നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ലയണൽ മെസ്സിയും കിലിയൻ എംബാപ്പയും ഗോൾ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ റെക്കോർഡുകൾ ഓരോന്നായിട്ട് ഭേദിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ അത്രയൊന്നും ഗോൾ അടിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹവും റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുന്നു. നമ്മൾ ആ റെക്കോർഡുകളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. ആദ്യം മെസ്സിയുടെ കാര്യത്തിൽ. മെസ്സി വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ അടിക്കുന്ന താരമായിട്ട് മാറി. 19 ഗോളുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. 13 ഗോളുകളാണ് വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ 6 ഗോളുകൾ കൂടി നേടിയപ്പോൾ അദ്ദേഹം മിറോസ്ലാവ് ക്ലോസയെ മറികടന്നിരിക്കുന്നു. ക്ലോസയുടെ പേരിൽ 16 ഗോളുകളായിരുന്നു. ഇപ്പോൾ 19 ഗോളുകളുമായിട്ട് ലിയോ മെസ്സി ഒന്നാം സ്ഥാനത്ത്. അതുകൂടാതെ തന്നെ മെസ്സി മറ്റൊരു മൈൽ സ്റ്റോൺ കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് he became the first player to score in 7 consecutive വേൾഡ് കപ്പ് ഗെയിംസ്. തുടർച്ചയായി 7 വേൾഡ് കപ്പ് മത്സരങ്ങളിൽ ഗോൾ അടിക്കുന്ന താരമെന്ന റെക്കോർഡിലേക്ക് കൂടി അദ്ദേഹം പോവുകയുണ്ടായി. കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ ഇങ്ങോട്ട് തുടർച്ചയായിട്ട് അദ്ദേഹം ഗോൾ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ രസകരമായ കാര്യം. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16ലും ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും ഫൈനലിലും ഗോൾ അടിച്ച താരം ഈ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ 3 മത്സരങ്ങളിൽ കൂടി ഗോൾ അടിച്ചപ്പോൾ തുടർച്ചയായ 7 മത്സരങ്ങളിൽ ഗോൾ അടിച്ചുകൊണ്ട് റെക്കോർഡിട്ടിരിക്കുന്നു. മുൻകാല ബ്രസീലിയൻ താരം ജെയ്സിഞ്ഞോയാണ് അദ്ദേഹം മറികടന്നിരിക്കുന്നത്. 1970 കൺസിക്യൂട്ടീവായിട്ടുള്ള 6 മത്സരങ്ങളിൽ അദ്ദേഹം ഗോൾ അടിച്ചിരുന്നു. ജെസ് ഫോണ്ടൈനും അതുപോലെ തന്നെ 6 കൺസിക്യൂട്ടീവ് മാച്ചസിൽ 1958 വല കുലുക്കിയിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ലിയോ മെസ്സി തിരുത്തി കുറിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ കേപ്പ് വെർദെക്കെതിരെ കൂടി ഗോൾ അടിച്ചുകൊണ്ട് അത് 8 മത്സരങ്ങൾ എന്ന പുത്തൻ റെക്കോർഡ് അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഇനി നിങ്ങൾ നോക്കണം എംബാപ്പയുടെ കാര്യത്തിലോ. എംബാപ്പ ഞെട്ടിക്കുകയാണ്. മെസ്സിക്ക് 19 ഗോളുകളുണ്ട്, ശരി. പക്ഷേ തൊട്ടു പിന്നാലെ 18 ഗോളുകളുമായിട്ട് കിലിയൻ എംബാപ്പയുമുണ്ട്. അതോ 18 വേൾഡ് കപ്പ് മത്സരങ്ങളിൽ നിന്നാണ് ആ 18 ഗോളുകൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സോ അദ്ദേഹവും ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? അതാണ് ഏറ്റവും അധികം മത്സരങ്ങളിൽ മൾട്ടിപ്പിൾ ഗോളുകൾ അടിച്ച താരമെന്ന റെക്കോർഡ്. അതുകൂടാതെ നോക്കൗട്ടിൽ ഏറ്റവും അധികം ഗോൾ അടിച്ച താരമെന്ന റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു. സാക്ഷാൽ റൊണാൾഡോ ഫെനോമിനോയിൽ നിന്നും ബ്രസീലിയൻ ഇതിഹാസം ലിയോണിഡാസിൽ നിന്നുമാണ് ആ റെക്കോർഡ് ഇപ്പോൾ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിൽ അദ്ദേഹം നേടിയിട്ടുള്ള റെക്കോർഡ് 6 വേൾഡ് കപ്പുകളിൽ കൺസിക്യൂട്ടീവായിട്ട് ഗോൾ അടിക്കുന്ന താരം. 6 വേൾഡ് കപ്പുകളിൽ ഗോൾ അടിക്കുക ചെറിയ കാര്യമല്ല. അതും തുടർച്ചയായി 6 വേൾഡ് കപ്പുകളിൽ ഗോൾ അടിക്കുക. ആ റെക്കോർഡാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയിരുന്നത്. 2006 വേൾഡ് കപ്പിലും 2010 വേൾഡ് കപ്പിലും 2014 വേൾഡ് കപ്പിലും 2018 വേൾഡ് കപ്പിലും 2022 വേൾഡ് കപ്പിലും 2026 വേൾഡ് കപ്പിലും ഗോൾ അടിച്ചുകൊണ്ടാണ് ആ റെക്കോർഡിലേക്ക് ക്രിസ്ത്യാനോ എത്തിയതെങ്കിലും മറ്റു റെക്കോർഡ് കൂടി അദ്ദേഹം നേടുകയുണ്ട്. അത് മറ്റൊന്നുമല്ല, പോർച്ചുഗലിന് വേണ്ടി വേൾഡ് കപ്പിൽ ഗോൾ അടിച്ച ഏറ്റവും അധികം ഗോൾ അടിച്ച താരമെന്ന റെക്കോർഡ് യുസേബിയോയിൽ നിന്ന് അദ്ദേഹം സ്വന്തം പേരിലേക്ക് തിരുത്തി കുറിച്ചു. യുസേബിയോയുടെ പേരിൽ 8 ഗോളുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിൽ ഇപ്പോൾ 10 ഗോളുകളായിട്ട് മാറിയിട്ടുണ്ട്. ഇനി 41 വയസ്സുള്ള ക്രിസ്ത്യാനോ ഗോൾ അടിച്ചതോടുകൂടി വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ 2ാമത്തെ താരമെന്ന റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. റോജർ മില്ല 42 വയസ്സിൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ 41 വയസ്സിൽ ഗോൾ അടിച്ചുകൊണ്ട് കാര്യത്തിൽ 2ാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. ഏതായാലും മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇവരിൽ നിന്ന് ഇനിയും കൂടുതൽ റെക്കോർഡുകളും മികച്ച പ്രകടനങ്ങളും ആരാധകർ പ്രതീക്ഷിക്കുകയും ചെയ്തു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.